ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് PVC വെച്ചുള്ള 2 ട്രിക്സാണ്. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ ഒരു ഹെഡ്സെറ്റ് സ്റ്റാൻഡാണ്, അതായത് ഒരു ഹെഡ്സെറ്റ് ഹോൾഡറും. അതുപോലെ തന്നെ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ടിഷ്യൂ ഡിസ്പെൻസറാണ്, അതായത് നമുക്ക് ടിഷ്യൂ ഈസിയിൽ എടുക്കാൻ പറ്റുന്ന ഒരു ടിഷ്യൂ ഡിസ്പെൻസറാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹെഡ്സെറ്റ് ഹോൾഡറാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തത് അറേഞ്ച് PVC പൈപ്പാണ്. ഈ ഡിസൈനിൽ, അതായത് ഈ മോഡലാണ് നമ്മൾ ഈ പ്രോജക്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അറേഞ്ച് PVC പൈപ്പിൻ്റെ 8.5 സെൻറ്റിമീറ്ററിൻ്റെ 2 പീസ് വേണം. 2 പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. അതുപോലെ തന്നെ 7 സെൻറ്റിമീറ്ററിൻ്റെ ഒരു 4 പീസ് കട്ട് ചെയ്ത് മാറ്റണം. അതുപോലെ 16.5 സെൻറ്റിമീറ്ററിൻ്റെ ഒരു പീസ് കട്ട് ചെയ്യണം. പിന്നെ നമുക്ക് ആവശ്യം എൽ ബെൻഡാണ്, അതായത് അറേഞ്ചിൻ്റെ എൽ ബെൻഡ് 6 എണ്ണം. അതുപോലെ തന്നെ T ഒരു 4 എണ്ണം വേണം. അതിനുശേഷം ഇതെല്ലാം പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു PVC സോൾവെൻ്റ് ആവശ്യമാണ്. ആദ്യം നമ്മൾ ഇങ്ങനെ ഒരു T എടുത്ത ശേഷം അതിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത് ഒരു 8.5 സെൻറ്റിമീറ്ററിന് ഫിക്സ് ചെയ്ത് കൊടുക്കാം, അതിൻ്റെ ടോപ്പിലായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു എൽ എടുത്ത ശേഷം അതിൻ്റെ നമ്മളിപ്പോൾ വെച്ച 8.5 സെൻറ്റിമീറ്ററിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മൾ കട്ട് ചെയ്ത 7 സെൻറ്റിമീറ്ററിൻ്റെ ഒരു പീസ് എടുത്ത് അതിനെയും ഈ എല്ലിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇനി ഒരു T എടുത്ത ശേഷം അതിൻ്റെ ടോപ്പ് പൊസിഷൻ മുകളിലായിട്ട് നിൽക്കുന്ന രീതിയിൽ അതിനെ ഇതിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ അപ്പർ സൈഡ് ചെയ്തെടുക്കാം, അതായത് ഒരു 7 സെൻറ്റിമീറ്റർ വെച്ച് കൊടുത്തതിന് ശേഷം എല്ലിനെ കീഴേ വെച്ച് കൊടുത്തിട്ട് അതിലേക്കും ഈ 8.5 സെൻറ്റിമീറ്റർ വെച്ച് നമുക്ക് ഈ ബേസ് സ്റ്റാൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും ചെയ്യുമ്പോൾ നമ്മുടെ ഈ പ്രോഡക്റ്റിൻ്റെ ബേസ് സ്റ്റാൻഡ് കിട്ടി. അപ്പോൾ ഈ ബേസ് ചെയ്തതിന് ശേഷം നമ്മുടെ അടുത്ത് ആ വലിയ, അതായത് ആ 16.5 സെൻറ്റിമീറ്റർ ആ PVC പൈപ്പ് എടുത്ത് അതിന് നമ്മുടെ ഈ ഫിക്സ് ചെയ്ത ആ ടോപ്പ് പൊസിഷനിലേക്ക്, അതായത് നമ്മുടെ T ബെൻഡ് ഇരിക്കുന്ന ആ ടോപ്പ് പൊസിഷനിലേക്ക് വെച്ച് കൊടുക്കാം. അത് വെച്ച് കൊടുത്ത ശേഷം ഒരു T ബെൻഡ് എടുക്കുക. ഒരു T ബെൻഡ് കൂടെ എടുത്ത് ഞാനിവിടെ വയ്ക്കും പോലെ ഈ പൊസിഷനിലേക്ക് വെച്ചെടുക്കാം. ഇങ്ങനെ വെച്ചെടുത്ത ശേഷം ഇതിൻ്റെ 2 സൈഡിലേക്കും നമ്മുടെ നേരത്തെ വെച്ച പോലെ തന്നെ ആ 7 സെൻറ്റിമീറ്ററിനെ ഫിക്സ് ചെയ്ത് കൊടുക്കാം. 2 സൈഡിലേക്കും ആ 7 സെൻറ്റിമീറ്റർ ഫിക്സ് ചെയ്ത് അതിലേക്കും ഓരോ എല്ല് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹെഡ്സെറ്റ് ഹോൾഡറിൻ്റെ ജോലി. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ PVC സോൾവെൻറ്റ് എല്ലാ ബെൻഡിലേക്കും വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് ഇളകി പോകാൻ ചാൻസ് ഉണ്ട്. ഞാനിപ്പോൾ ടെമ്പററി ആയിട്ട് ചെയ്തുകൊണ്ടാണ് ഇത് വയ്ക്കാത്തത്. പിന്നെ ഇത് നമുക്കൊന്ന് ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചെടുക്കാം. ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചെടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ലുക്കാണ്. പിന്നെ ഹെഡ്സെറ്റൊക്കെ ഫിക്സ് ചെയ്യുമ്പോൾ നമുക്കൊരു 3 to 4 ഹെഡ്സെറ്റ് നമുക്ക് ഈസി ആയിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റാണിത്. ഇനി നമുക്ക് നമ്മുടെ ഈ ടിഷ്യൂ ഡിസ്പെൻസർ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഈ ടിഷ്യൂ ഡിസ്പെൻസർ നമ്മുടെ ഈ ഡിസൈനിലാണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമ്മൾ അറേഞ്ച് പൈപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതിനായിട്ട് ആവശ്യമുള്ളത് ഇവിടെ അറേഞ്ച് തന്നെയാണ്. അപ്പോൾ അറേഞ്ചിൻ്റെ എൽ ബെൻഡ് ഒരു 6 എണ്ണം വേണം, അറേഞ്ചിൻ്റെ T ഒരു 2 എണ്ണം വേണം. അതുപോലെ തന്നെ നമ്മുടെ നേരത്തെ എടുത്ത പോലെ 7 സെൻറ്റിമീറ്റർ കട്ട് ചെയ്തെടുത്തതിൻ്റെ 4 പീസ് വേണം. അതുപോലെ തന്നെ 8.5 സെൻറ്റിമീറ്റർ ഒരു 2 പീസ് കട്ട് ചെയ്തെടുക്കണം. പിന്നെ 16.5 സെൻറ്റിമീറ്ററിൻ്റെ ഒരു 4 എണ്ണം കൂടെ ആവശ്യമുണ്ട്. ആദ്യം ഒരു എൽ ബെൻഡ് എടുത്ത ശേഷം അതിലേക്ക് 7 സെൻറ്റിമീറ്ററിൻ്റെ ഒരു പൈപ്പ് എടുത്ത് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ഒരു T ബെൻഡ് എടുത്ത് ഫിക്സ് ചെയ്യാം. ഞാനിവിടെ കാണിക്കും പോലെ ഫിക്സ് ചെയ്താൽ മതി. അതിലേക്കും അടുത്ത് നമുക്കൊരു 7 സെൻറ്റിമീറ്ററിൻ്റെ പൈപ്പ് എടുത്ത് ആ T ബെൻഡിലേക്കും ഫിക്സ് ചെയ്യാം. അതുപോലെ തന്നെ അടുത്ത് വീണ്ടും ഒരു എൽ എടുത്ത ശേഷം എല്ലിനെ നമുക്ക് ഈ 7 സെൻറ്റിമീറ്ററിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഈ സെയിം മാനറിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം. ഇനി ഈ ബേസ് രണ്ടും ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 16.5 സെൻറ്റിമീറ്റർ എടുത്ത ശേഷം അതിൻ്റെ ടോപ്പിലായിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ ബോട്ടമായിട്ട് നമുക്കിത് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഫിക്സ് ചെയ്ത് കൊടുത്ത ശേഷം 8.5 സെൻറ്റിമീറ്റർ കട്ട് ചെയ്തതിനടുത്ത് നമ്മുടെ ടീരെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. 2 സൈഡിലേക്കും ടീരെ മുകളിലായിട്ട് വെച്ച് കൊടുത്ത് അതിലേക്ക് ഒരു എൽ ബെൻഡ് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ 16.5 സെൻറ്റിമീറ്ററിനടുത്ത് 2 എൽ ബെൻഡിലേക്കും ജോയിൻ ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടിഷ്യൂ വെച്ച് കൊടുത്ത് നോക്കാം. ടിഷ്യൂ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സൈഡ് ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് ടിഷ്യൂ വെച്ച് അതുപോലെ തന്നെ അടുത്ത് നമുക്ക് എൽ ബെൻഡ് ഫിക്സ് ചെയ്തെടുക്കാം. ടിഷ്യൂ വെച്ച് കൊടുത്ത ശേഷം നമുക്ക് ഇതിൽ നിന്ന് ഈസി ആയിട്ട് ടിഷ്യൂ ഡിസ്പെൻസ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിനെയും നമുക്കൊന്ന് ബ്ലാക്ക് പെയിൻ്റ് അടിച്ചെടുക്കാം. അങ്ങനെ സിമ്പിളായിട്ട് ലോ കോസ്റ്റിൽ ചെയ്യാൻ പറ്റുന്ന 2 PVC ട്രിക്സാണിത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഞങ്ങൾക്ക് ആവശ്യമാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.